4 വർഷം മുമ്പ് നടന്ന ഒരു സീനോട് കൂടിയാണ് ക്വീൻ ഓഫ് ടിയേഴ്സിന്റെ 8ാമത്തെ എപ്പിസോഡൊക്കെ തുടങ്ങുന്നത്. നല്ലൊരു ഡേറ്റിംഗ് സ്പോട്ടൊക്കെ ആണെന്ന് അറിഞ്ഞിട്ട് ഹേനയും കൂട്ടിക്കൊണ്ട് ഹിനുവും ഒരു അക്വേറിയത്തിലേക്ക് എത്തിയതാണ്. ആ അക്വേറിയത്തിലാകട്ടെ ആരും തന്നെ ഉണ്ടായിരുന്നുമില്ല. അവനും അതൊക്കെ കാണുമ്പോഴത്തേക്കും അതിശയം തോന്നുന്നുണ്ടെങ്കിൽ പോലും അവൾ ആയിരുന്നു അവിടുത്തെ എല്ലാ ടിക്കറ്റ്സും മേടിച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണ അവർ ഇങ്ങനത്തെ സോങ്സ് ഒന്നും അല്ല ഇവിടെ ഇടാറുള്ളതെന്നൊക്കെ ഹ്യുനു ആ സോങ് കേട്ട് പറയുമ്പോഴത്തേക്കും ഹെയ്നും ക്യാമറയിലൊക്കെ നോക്കിക്കൊണ്ട് ഒരാക്ഷനൊക്കെ കാണിക്കുകയാണ്. അത് കാണുന്ന സ്റ്റാഫ്സും പെട്ടെന്ന് തന്നെ സോങ് ഒക്കെ മാറ്റിയിട്ട് കൊടുക്കുന്നു. ചില സമയങ്ങളിൽ പ്രപഞ്ചം പോലും നമ്മുടെ കൂടെ നിൽക്കുന്നൊക്കെ പറയില്ലേ? എനിക്കും ഇപ്പോൾ അതുപോലെയാണ് തോന്നുന്നത്. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ പാട്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ പാട്ടൊക്കെ മാറ്റുകയും ചെയ്തു. നമ്മൾ ഇതിനു മുമ്പ് ഫേമസ് ആയിട്ടുള്ള പാർക്കിലും ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറന്റിലും എല്ലാം തന്നെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും തന്നെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചം പോലും നമ്മുടെ കൂടെ നിൽക്കുന്ന സ്ഥിതിക്ക് നീ ഇവനെ വിവാഹം കഴിക്കാമോ എന്നൊക്കെ ഹ്യുനുവും ഹെയ്നോട് ചോദിക്കുന്നു. അവരെവിടെ പോകാൻ പ്ലാൻ ചെയ്താലും ഹെയ്ൻ ആയിരുന്നു അവിടുത്തെ എല്ലാം ടിക്കറ്റ് മേടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് മറ്റാരും തന്നെ അവിടെ ഉണ്ടാകാതെയും ഇരുന്നത്. പക്ഷെ അതൊന്നും തന്നെ ഹ്യുനു അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അവിടം കൊണ്ട് ആ ഒരു സീനൊക്കെ കട്ടായിട്ട് ഇപ്പോൾ പ്രസന്റ് ആണ് കാണിക്കുന്നത്. ഹ്യുനു കരയുമ്പോഴത്തേക്കും ഹെയ്നും ഹ്യുനുവിനെ സമാധാനിപ്പിക്കുന്നു. അതൊക്കെ കേൾക്കുന്ന അവനും ഈ ഒരു നിമിഷം എപ്പോഴും ഉണ്ടാകണമെന്നും നീ എന്നെ നോക്കി ഒന്നും അറിയാതെ വീണ്ടും പുഞ്ചിരിക്കണമെന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ ഹെയ്നോടും അവൻ പറയുകയാണ്. നമ്മൾ ജർമ്മനിയിലൊക്കെ പോയതാണ്, പക്ഷെ നിനക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയില്ല. അവിടെ വെച്ചായിരുന്നു ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യുവാൻ പോകുകയാണെന്നുള്ള വിവരമൊക്കെ നീയും അറിഞ്ഞത്. ഹ്യുനു ആ ഒരു കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കുമാണ് അവൾക്കും നഷ്ടപ്പെട്ട ഓർമ്മകളെല്ലാം തന്നെ തിരിച്ചു കിട്ടുന്നത്. എന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ടൊക്കെ ജീവിക്കാൻ സാധിക്കുമെന്നായിരുന്നു നീ വിചാരിച്ചത്. അതുകൊണ്ടായിരുന്നോ എന്നെ വിവാഹം കഴിച്ചതിന് ശേഷം ജീവിതം അങ്ങനെ അല്ല എന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്? ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓർത്തെടുത്തിരിക്കുന്നു. നീ അനുഭവിച്ച കാര്യങ്ങളും ഞാൻ അനുഭവിച്ച കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. നീ മാത്രമായിരുന്നില്ല വേദനകളൊക്കെ സഹിച്ചത്. ഞാനും ഒരുപാട് സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഒന്നിച്ച് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. ഞാനും നിന്നെ ഡിവോഴ്സ് ചെയ്യുവാൻ പോകുകയാണെന്ന് ഹെയ്നും അറിയിക്കുന്നു. അങ്ങനെ ഹെയ്നും അവളുടെ വക്കീലുമായിട്ട് ഡിവോഴ്സ് ഒക്കെ ചെയ്യുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. നിനക്ക് ആ വക്കീലിനെ മനസ്സിലായോ എന്നൊക്കെ ഇപ്പോൾ ഫ്രണ്ടും ഹ്യുനുവിനോട് ചോദിക്കുന്നുണ്ട്. സോങ് ചുങ് അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഡ്രാമാസിലെയും മൂവീസിലെയും ക്യാരക്ടറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിരുന്നു അവനും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചിലരാകട്ടെ പണക്കാരായിട്ടുള്ള ഒരു ഫാമിലിയിലെ ഏറ്റവും ഇളയ മകനാണ് അവനെന്ന് പറയാറുണ്ട് എന്ന് റീബോൺ റിച്ചിനെ കുറിച്ച് പറയുകയാണ്. ചിലരാകട്ടെ അവൻ്റെ ഒരു സോൾജിയർ ആണെന്നൊക്കെ പറയാറുണ്ടെന്ന് ഡിസെൻഡൻസ് ഓഫ് സണ്ണിനെ കുറിച്ച് പറയുന്നു. ചിലരാകട്ടെ അവനൊരു സ്പേസ് ഷിപ്പിൽ നിന്നും വന്ന വ്യക്തിയാണെന്നൊക്കെ പറയാറുണ്ട് എന്ന് സ്പേസ് സ്വീപ്പേഴ്സിനെ കുറിച്ചും അവൻ മനുഷ്യന് പോലുമല്ല ഒരു ചെന്നായി ആണെന്നൊക്കെ മറ്റു ചിലർ പറയാറുണ്ട് എന്നൊക്കെ വെയർവോൾഫ് ബോയിനെ കുറിച്ചും അവൻ പറയുകയാണ്. അതിനൊക്കെ ശേഷം ഇതൊന്നുമല്ല ശരിക്കുമുള്ള അവനൊരു മാഫിയാണെന്നാണ് ഏറെ ആളുകളും പറഞ്ഞിട്ടൊക്കെ ഉള്ളത്. അവന്റെ പേര് വിൻസെൻസോ എന്നാണ്. നീ ഏത് മാഫിയയുടെ കാര്യമാ പറയുന്നേ? മാഫിയ ഗെയിമിലൊക്കെയുള്ള മാഫിയ ആണോ എന്നൊക്കെ ഹ്യുനു ചോദിക്കുമ്പോഴത്തേക്കും അതൊന്നുമല്ല, ശരിക്കുമുള്ള മാഫിയയുടെ ബോസ് ആണ് അവനെന്നായിരുന്നു ഹ്യുനുവിന്റെ ഫ്രണ്ടും പറയുന്നത്. ഇതുപോലത്തെ കേസുകളിലൊക്കെ അവൻ ഒത്തുതീർപ്പൊക്കെ നടത്തുന്നത് സംസാരിച്ചല്ല, മറിച്ച് ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചാണെന്നും കൂടി ഫ്രണ്ട് അറിയിക്കുന്നു. അതിനുശേഷം ഹ്യുനുവിനെ വിൻസെൻസ് തോക്കിനൊക്കെ മുമ്പിൽ നിർത്തിയതിനു ശേഷം അവനെ കൊല്ലുവാനായിട്ടൊക്കെ ഹെയ്ൻ ആജ്ഞാപിക്കുമ്പോഴത്തേക്കും അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതായിട്ടൊക്കെ ഫ്രണ്ടും ഓർത്തു നോക്കുകയാണ്. ഹെയ്ൻ എന്തൊരു പാവമായിരുന്നു. നിനക്ക് എങ്ങനെയാണ് ഹെയ്ന്റെ അടുത്ത് ഇത്രയും വലിയ ചതിയൊക്കെ ചെയ്യുവാനായിട്ട് തോന്നിയത്? അതുകൊണ്ടല്ലേ അവളും ഇപ്പോൾ വിൻസെൻസോനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുള്ളതെന്നൊക്കെയാണ് ഫ്രണ്ട് പറയുന്നത്. പക്ഷെ ഫ്രണ്ടിന്റെ ഉപദേശമൊക്കെ കേട്ടിട്ടായിരുന്നല്ലോ ഹ്യുനുവും ഇതിനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവനും പിന്മാറുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. ഞാനിവിടെ ഒത്തുതീർപ്പിന് ഒന്നുമല്ല വന്നതെന്ന് പറഞ്ഞ വിൻസെൻസോയും ഡിവോഴ്സിന്റെ പേപ്പേഴ്സ് ഒക്കെ അവന് കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാ കാര്യത്തിലും ഒരുപാട് വ്യത്യാസങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ട് എന്നതായിരുന്നു ഡിവോഴ്സിന്റെ കാരണമായിട്ടൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇത്രയും ചെറിയൊരു കാരണത്തിന്റെയൊക്കെ പേരിൽ ഇത്രയും പണമുള്ള സൗന്ദര്യമൊക്കെ ഉള്ള ഒരു പെൺകുട്ടീനെ, അതും സിഇഒ ആയിട്ടുള്ള ഒരു പെൺകുട്ടീനെ ഒരു ഡയറക്ടർ ഡിവോഴ്സ് ചെയ്യുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ അതിനെ പല രീതിയിലും കളിയാക്കിയൊക്കെ പറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റു ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഡിവോഴ്സിന്റെ കാരണമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഇപ്പോൾ വിൻസെൻസോ പറഞ്ഞു കൊടുക്കുന്നു. രണ്ടുപേർക്കും ജോലിയുടെ തിരക്കൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ കണ്ടുമുട്ടുവാൻ പോലും സാധിക്കാത്തത് കൊണ്ടാണ് ഡിവോഴ്സ് ചെയ്യുന്നതെന്നായിരുന്നു ആദ്യത്തെ കാരണമായിട്ടൊക്കെ വിൻസെൻസോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് ഒരേ കമ്പനിയിലൊക്കെ ആണല്ലോ, അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു കാരണമാണോ എന്ന് ഫ്രണ്ടും ചോദിക്കുന്നു. ഞങ്ങളും സത്യസന്ധമായിട്ടുള്ള ഒരു റീസൺ ഒന്നും അല്ലല്ലോ ഇതിൽ കൊടുത്തത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതൊരു റീസണും ഇതിന്റെ കൂടെ ആഡ് ചെയ്തോളാൻ കൂടി ഹ്യുൻബുവും അവരോട് പറയുകയാണ്. കാറിൽ പോകുന്ന ഹെയ്നും സൺസെറ്റ് ഒക്കെ നടക്കുന്നത് കാണുകയാണ്. അപ്പോഴാകട്ടെ പണ്ട് നടന്ന മറ്റൊരു സംഭവത്തെക്കുറിച്ച് കൂടി അവൾ ഓർക്കുന്നു. നമ്മൾ സാധാരണ ടാക്സിയിലോ കാറിലോ ഒക്കെ അല്ലേ വരാറുള്ളത്, ഇന്ന് എന്തുകൊണ്ടാണ് ഇതുപോലെ ട്രെയിനിലൊക്കെ വന്നതെന്ന് ഹെയ്ൻ ചോദിക്കുമ്പോഴത്തേക്കും
ഹ്യുൻവന്റെ ലൈഫിൽ മോശം ദിവസങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അവനും ട്രെയിനിൽ ഇതേ റൂട്ടിലൊക്കെ സഞ്ചരിക്കുന്നതായിരിക്കും. ഈ ഒരു റൂട്ടാകട്ടെ സോളിൽ നിന്നും പുറപ്പെട്ടിട്ട് സോളിലേക്ക് തന്നെ മടങ്ങിയെത്തുന്ന ഒരു റൂട്ടാണ്. മാത്രമല്ല പല ആൾക്കാരും വഴിയിൽ കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത് അവൻ നോക്കിയും ഇരിക്കും. അങ്ങനെ ട്രെയിനിലൂടെ സഞ്ചരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും സൺസെറ്റും കാണുവാനായിട്ട് സാധിക്കും. അതൊക്കെ കണ്ട് യാത്ര ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാ വിഷമങ്ങളും മാറുന്നതായിരിക്കുമെന്നൊക്കെ ആയിരുന്നു അന്നും ഹ്യുനു അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാകട്ടെ അവളും സൺസെറ്റ് ഒക്കെ കാണുകയാണ്. ഹ്യുൻവു സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങളിലൂടെ എല്ലാം തന്നെ ഇപ്പോൾ ഹെയിൻ പോയി നോക്കുകയാണ്. ആദ്യമായിട്ട് അവൻ സ്ഥിരമായിട്ട് ഓടുന്ന ഗ്രൗണ്ടിലൊക്കെ ആയിരുന്നു അവളും എത്തിയത്. പക്ഷെ ഗ്രൗണ്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും എല്ലാവരും കപ്പിൾസ് ഒക്കെ ആയിട്ടാണ് വരാറുള്ളത്. അവൻ മാത്രം തനിച്ചാണല്ലോ അവിടെ വന്നതെന്നൊക്കെ അവളും ഓർക്കുന്നു. പിന്നീട് കോയിനിട്ട് ഗെയിം കളിക്കുന്ന ഒരിടത്തേക്കും അവൾ എത്തിയിരിക്കുകയാണ്. അവൾക്ക് ആദ്യം അത് വലുതായിട്ട് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും പിന്നീട് അതൊക്കെ ഇഷ്ടപ്പെട്ട് ഒരുപാട് തവണ ഗെയിമൊക്കെ കളിക്കുന്നു. ഏറ്റവും ഒടുവിലായിട്ട് അവൻ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കാറുള്ള കടയിൽ കൂടി അവൾ എത്തുകയാണ്. അങ്ങനെ ഷെയ്ൻ അവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും തൊട്ടടുത്തായിട്ട് തന്നെ ഹ്യുൻമോ ഫ്രണ്ടും വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും അവർ രണ്ടുപേരും കേൾക്കാത്ത രീതിയിലൊക്കെ ഓർഡറും അവൾ നൽകുന്നു. പിന്നീട് അവർ സംസാരിക്കുന്നതെല്ലാം തന്നെ ഹെയ്നും കേൾക്കുന്നു. ഹെയ്നും ഒരു ഫുഡിന്റെ സ്മെൽ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഹ്യുൻവുവും ആ ഒരു ഫുഡ് കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഡിവോഴ്സ് ഒക്കെ ചെയ്തത് കൊണ്ട് തന്നെ നിനക്ക് ആ ഫുഡൊക്കെ കഴിക്കാമല്ലോ എന്നാണ് ഫ്രണ്ടും പറയുന്നത്. നിന്നെ സ്ഥിരമായിട്ട് രണ്ടുപേരും ഫോളോ ചെയ്തൊക്കെ നടക്കാറില്ലേ? ഇപ്പോഴാകട്ടെ ആ രണ്ടു പേരുടെ ശല്യവും നിനക്കില്ല. പിന്നെ ധൃതി പിടിച്ച് വീട്ടിൽ പോകേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യവുമില്ല. ഞങ്ങൾ എപ്പോഴും ഒരു പാർട്ടി വെച്ചിട്ടുണ്ടെങ്കിലും നീ അവിടെ വരുന്നതല്ലാതെ ആ പാർട്ടി കൂടാറില്ല. പാർട്ടി കൂടുന്നതിനിടയ്ക്കാകട്ടെ നിന്റെ മുത്തശ്ശന്റെയോ അല്ലെങ്കിൽ അമ്മായച്ഛന്റെയോ ഫോണൊക്കെ വന്നിട്ട് നീ വീണ്ടും വർക്കിന്റെ കാര്യത്തിനായിട്ട് പോകും. ഏറ്റവും ഒടുവിൽ ഒറ്റയ്ക്കിരുന്നൊക്കെയാണ് ഫുഡ് പോലും കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് ഇതുപോലത്തെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ആലോചിക്കുക. ഇനി മുതൽ നിനക്ക് എല്ലാ രീതിയിലുള്ള ഫ്രീഡവും ഉണ്ടായിരിക്കുന്നതായിരിക്കുമെന്നൊക്കെയാണ് ഫ്രണ്ടും പറയുന്നത്. എങ്കിൽ പോലും ഇതൊക്കെ കേട്ട് കഴിയുന്ന ഹ്യുൻവുവും എത്രയൊക്കെ മോശമാണെന്ന് പറഞ്ഞാലും എനിക്ക് പണ്ടത്തെ ആ ഒരു ലൈഫ് വേണമെന്ന് ഇപ്പോൾ തോന്നിപ്പോകുകയാണ്. ആ ഒരു ലൈഫിലൊക്കെ ആയിരുന്നെങ്കിൽ എപ്പോഴും എനിക്ക് ഹെയിന്റെ കൂടെ നിൽക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു എന്ന് ഹ്യുൻവുവും പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഹെയിനും കേട്ട് കഴിഞ്ഞിരിക്കുന്നു. അടുത്തതായിട്ട് ഉൻസിങ്ങും നേരത്തെ ഹെയിന്റെ മരുന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു മരുന്നൊക്കെ ഹ്യുൻവുവിന്റെ സെക്രട്ടറി ആയിട്ടുള്ള സെക്രട്ടറി കിമ്മിനെ ആയിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സെക്രട്ടറി കിമും ആ ഒരു മരുന്നൊക്കെ ട്യൂമറിന്റേതാണെന്ന് കണ്ടെത്തി ഉൻസിങ്ങിനെ വിളിച്ച് അറിയിക്കുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് പണ്ട് ഓർഫനേജിൽ വെച്ച് നടന്ന മറ്റൊരു സംഭവമൊക്കെ കാണിക്കുന്നത്. ഹേനെ ഒരു പട്ടിയൊക്കെ കടിക്കുവാനായിട്ടിട്ട് ഓടിക്കുമ്പോഴത്തേക്കും അന്ന് ഹേനെ രക്ഷിച്ചത് ഉൻസിങ് ആയിരുന്നു. അവനും ഒരു കല്ലൊക്കെ വെച്ച് ആ പട്ടിയുടെ തലക്കിട്ടടിച്ചിട്ടായിരുന്നു അവളെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു രക്ഷിക്കലിൽ രണ്ടുപേരും ഒരുപോലെ വീഴുന്നു. ഇത് എത്ര വില കൂടിയ ഡോഗ് ആണെന്നൊക്കെ നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഡോഗിന്റെ ഓണറും ഉൻസിങ്ങിന് ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹെയ്നും ഈ പട്ടീനെ കടിക്കുവാൻ വന്നത് കൊണ്ടാണ് അവനും അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ ആരാണെന്നൊന്നും അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ ആ ഓർഫനേജിലെ മറ്റേതെങ്കിലും കുട്ടി ആയിരിക്കുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഓണറും അവളെയും കൂടി വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ശബ്ദമൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ വന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് ഹെയ്ൻ ചെറുമാന്റെ കൊച്ചുമോളാണെന്നുള്ള കാര്യമൊക്കെ അയാളും അറിയുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ തന്നെ അയാളും അവളോട് മാപ്പൊക്കെ ചോദിക്കുന്നു. ഹെയ്ന്റെ കാലിൽ ചെറിയൊരു മുറിവൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുവാനായിട്ട് എല്ലാവരും നോക്കുമ്പോഴത്തേക്കും മുൻസിങ് വീണിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവളും അവന്റെ കാലിലൊക്കെ കയ്യിലുണ്ടായിരുന്ന ഒരു ടവൽ വെച്ച് കെട്ടിക്കൊടുക്കുന്നു. ഹെയ്നും അവനോട് നന്ദിയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് അകലെയായിട്ട് തന്നെ ഹെയ്ന്റെ ഒരു മാലയൊക്കെ കിടക്കുന്നത് ഉൻസിങ് കാണുകയും അവൻ അത് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അവൻ ആ മാലയൊക്കെ ഇട്ടോണ്ടാണ് നടക്കുന്നത്. ഇനി ഹെയ്ന്റെ ഡ്രൈവറിന്റെ അടുത്ത് അവൾ എവിടെയൊക്കെ പോകുന്നുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നൽകുവാനായിട്ട് മുൻസിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും നേരമായിട്ടും അവൾ വീട്ടിലെത്തിയിട്ടില്ല. മാത്രമല്ല അവളും ഒരു സ്കൂളിന്റെ മുമ്പിലായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഡ്രൈവർ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളെ ഒറ്റയ്ക്ക് ഒരിടത്തേക്ക് വിടുവാനായിട്ട് പാടില്ല എന്നും അവളെ കൃത്യമായി തന്നെ ഫോളോ ചെയ്യണമെന്നും പറഞ്ഞ് ഉൻസിങ്ങും ഇപ്പോൾ ഡ്രൈവറിന് വഴക്ക് പറയുകയാണ്. ഹെയ്ൻ ഒരു ടാക്സിയിലൊക്കെ വന്ന് ഇറങ്ങുകയാണ്. ഹ്യുൻവു ഇപ്പോഴും ക്വീൻസ് ഗ്രൂപ്പിലല്ലേ വർക്ക് ചെയ്യുന്നത്. അത് നിനക്ക് അത്രയ്ക്ക് നല്ല കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവനെ അങ്ങ് പറഞ്ഞു വിട്ടേക്കുവാനൊക്കെ ഹെയ്ന്റെ അടുത്ത് ഉൻസിങ് പറയുമ്പോഴത്തേക്കും ഹ്യുൻവുവിനെ കമ്പനിക്ക് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ പറഞ്ഞു വിടുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ ഹെയ്ൻ മറുപടി നൽകുമ്പോഴത്തേക്കും നിന്റെ കമ്പനിക്കും നിനക്കും ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു വ്യക്തി ഞാനാണ്. ഇനിയും ഞാനതൊക്കെ തെളിയിച്ച് കാണിക്കണോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും ഹെർസാനയുടെ ബ്രാൻഡൊക്കെ ഞങ്ങളുടെ സ്റ്റോറിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞതാണ്. ഹെർമാനും എല്ലാ കണ്ടീഷൻസും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ഞാൻ കാരണമല്ല, മറിച്ച് നീ കാരണമാണ്. ഇനി നിന്റെ അത്യാഗ്രഹത്തിന് കൂട്ടു നിൽക്കുവാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഹെർസാനയുടെ ആ ബ്രാൻഡ് ഒന്നും ഞങ്ങളുടെ സ്റ്റോറിൽ വേണ്ട എന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളതെന്ന് ഹെയ്ൻ അറിയിക്കുന്നു. മറ്റാർക്കും ചെയ്യുവാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരുവാൻ സാധിക്കുമെന്ന് തെളിയിക്കുവാനാണ്
ഞാൻ ഇത്രയും വർഷമായിട്ട് കാത്തിരുന്നത്. ഇപ്പോൾ ഞാൻ അതെല്ലാം തന്നെ നിനക്ക് തെളിയിച്ചു തന്നിരിക്കുകയാണ്. എന്നിട്ട് പോലും നീ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ സ്വീകരിക്കാത്തതെന്നൊക്കെ ഉൻസിംഗ് ചോദിക്കുമ്പോഴത്തേക്കും ഹിറുവിന്റെ സ്ഥാനം നിനക്ക് നൽകുവാനായിട്ട് ആയിരുന്നില്ല ഞാൻ അവനെ ഡിവോഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൻ എന്റെ കൂടെ നിൽക്കുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ഞാൻ അവനെ വിവാഹം കഴിച്ചു. ഇപ്പോൾ ആകട്ടെ അവൻ എനിക്ക് വേണ്ടി ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അവനെ കൂടെ നിർത്തണ്ട എന്ന് ഞാൻ വിചാരിച്ചു. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് ഒരിക്കലും നിനക്ക് വേണ്ടി ആയിരുന്നില്ല എന്നൊക്കെ ഹെയ്ൻ പറയുമ്പോഴത്തേക്കും അതുവഴി സുൽഹി വരുന്നത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.